ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായി ചവന്നതിന് ശേഷം ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചുവന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും എല്ലാം കൂടി ഒന്ന് വശക്കിയതിന് ശേഷം കുറച്ച് നെല്ലിക്ക വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു എല്ലാം കളഞ്ഞതിന് ശേഷം ഓരോ എതിരളാക്കി എടുത്തിട്ടുള്ളതാണ്. അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇത്രയും പരിവാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം പുളിയില്ലാത്ത തൈരാണ്, അതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. നല്ലൊരു അച്ചാറാണ്, നെല്ലിക്ക തൈരച്ചാറാണ്. ചോറിന് കഴിക്കാനൊക്കെ പറ്റിയ അച്ചാറാണ്. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒന്ന് ചെയ്ത് നോക്കുക, അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.